അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതില് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെതാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ രണ്ട് ഫോഴ്സ്, ഫോഴ്സ് ഓഫ് 200 ന്യൂട്ടൺ ടു മൂവ് ദ ബോഡി 15 ഡിഗ്രിയും പിന്നെ രണ്ടാമത്തെ 230 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം 200 ന്യൂട്ടൺ ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇതിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വെയിറ്റ്, ഡബ്ല്യു തന്നിട്ടില്ല, ആൻഡ് ആൾസോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഡബ്ല്യുവും ആൻഡ് മ്യൂ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. അതിൽ രണ്ട് ഡ്രോയിങ് തന്നിട്ടുണ്ട്. ഇതിന് രണ്ടിന്റെയും വെയിറ്റും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ഈക്വൽ ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, when the inclination of the plane is 20 degree, what is the value എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണ്. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ ഇതിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി. ആദ്യം 15 ഡിഗ്രി 200 ന്യൂട്ടൺ ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ശരിയല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതില് ആദ്യം ഇതിന്റെ വെയിറ്റ് താഴോട്ട് ഇങ്ങനെ ആക്ട് ആവും. ശരിയല്ലേ? വെയിറ്റ് താഴോട്ട് ആക്ട് ആകുമ്പോൾ ഇതിന്റെ വെയിറ്റ് എങ്ങനെ വരും? ഇവിടെയും ഇവിടെ ആക്ട് ആവും. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഡിഗ്രി വരും. ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 200 ന്യൂട്ടൺ ക്വസ്റ്റിൽ തന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് വരച്ചത് ഒന്നുകൂടെ പറയാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പടം വരയ്ക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടല്ലോ, ഈ പടം നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര? 15 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ 200 ന്യൂട്ടൺ അങ്ങോട്ട് ആക്ട് ആവുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇത്രയും ക്വസ്റ്റിൽ തന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ പോയിന്റ് ചെയ്യുന്ന താഴോട്ട് വെയിറ്റ് ഇങ്ങനെ ഇതാവുന്നുണ്ട്. അപ്പൊ ഈ വെയിറ്റിനെ നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പോണന്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ആക്ട് ആകുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതാണ് ഇവിടുത്തെ ആംഗിൾ, 15 ഡിഗ്രി. നമ്മൾ നേരത്തെ ബോൾ റിയാക്ഷനിൽ പഠിച്ചതുപോലെ ഇവിടുത്തെ ആംഗിൾ ആണ് ഇവിടുത്തെ ആംഗിൾ ആയിട്ടാണ്. അപ്പൊ ഇതിന് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന് എന്താണ്? W cos 15 എന്ന് എഴുതിക്കൂടെ? ഇത് W sin 15. ഓക്കെ, ഇനി ഫോഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ആകുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ആവും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 200 ന്യൂട്ടൺ മൈനസ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം 200 ന്യൂട്ടൺ അങ്ങോട്ട് ആക്ട് ആകുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ആവും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി അവിടെ ഫ്രിക്ഷൻ ആക്ട് ആകുമ്പോൾ ഇവിടെ ടച്ചിങ് ഫോഴ്സ് RN എങ്ങോട്ട് ആക്ട് ആവും? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഹോൾ ദിസ് വൺ ഈസ് വെർട്ടിക്കലും ഇത് ഹൊറിസോണ്ടലും ആയിട്ട് നമ്മൾ എടുക്കും. ഇത് Y ആക്സിസ്, ഇത് X ആക്സിസ് ആയിട്ട് എടുക്കാം. എടുത്ത ശേഷം നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എഴുതാണ്. വെർട്ടിക്കൽ എങ്ങനെ എഴുതും? RN മൈനസ് W cos 15 എന്ന് എഴുതിക്കൂടെ? RN മൈനസ് W cos 15 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. വേറെ ഹൊറിസോണ്ടൽ ഒന്നും വെർട്ടിക്കൽ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് RN ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. ഹൊറിസോണ്ടൽ എഴുതുകയാണെങ്കിൽ എന്താണ്? 200 മൈനസ് W sin 15 മൈനസ് മ്യൂ ഇൻറ്റു RN ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോപ്പിൽ നിന്ന് RN ഈസ് ഈക്വൽ എത്ര കിട്ടും? W cos 15 എന്ന് കിട്ടും. ഓക്കെ, ഈ W cos 15 എടുത്ത് ഇവിടെ കൊണ്ടു കൊടുക്കുന്നു. പ്ലസ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 200 മൈനസ് W sin 15 മൈനസ് മ്യൂ ഇൻറ്റു മ്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. മ്യൂ ഇൻറ്റു Rന്റെ വാല്യൂ എത്രയാണ്? W cos 15 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ മ്യൂ ഇൻറ്റു W cos 15 ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ? മ്യൂ ഇൻറ്റു W cos 15 ഈസ് ഈക്വൽ ടു കൊണ്ടുപോകുമ്പോ W sin 15 200. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സിമിലർ വെയിൽ ഇതൊക്കെയാണ്. ഇത് മനസ്സിലായല്ലോ? അപ്പൊ സിമിലർ വെയിൽ ഈ 200 വരെ നമ്മൾ 200 വരെ എത്ര എടുക്കുന്നു? 230 കൊടുക്കുന്നു. ഓക്കെ, ഇത് ഈ സെയിം ഡയഗ്രം തന്നെ ഞാൻ വരയ്ക്കുകയാണ്. 200 വരെ എത്ര കൊടുക്കുന്നു? 230 കൊടുക്കുന്നു. അതേപോലെ 15 വരെ എത്ര കൊടുക്കുന്നു? 20 കൊടുക്കുന്നു. അപ്പൊ ഈ ഇക്വേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് എന്തായാലും എക്സാമിന് സ്റ്റെപ്പ് എഴുതണം. പക്ഷെ നമുക്ക് ഇതില് സ്റ്റെപ്പ് എഴുതാതെ തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ സിമിലർ വെയിൽ ചെയ്യുകയാണെങ്കിൽ മ്യൂ ഇൻറ്റു W cos 15 പകരം ഈക്വൽ ടു W sin 20 മൈനസ് 230. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ ഡിവൈഡ് ചെയ്യും.
ഫസ്റ്റ് ആൻഡ് ആ സെക്കൻഡ് ഡിവൈഡ് ചെയ്യുക. ഇത് ആ ഓക്കെ ഒരിതാണ്, ഇത് ഒരിതാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഡിവൈഡ് ആകാൻ പറ്റൂന്ന് വെച്ചാൽ ഈ മ്യൂ ക്യാൻസൽ ആവും. കട്ട ഓക്കെ, ആ മ്യൂ ക്യാൻസൽ ആവുമ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ എന്തായിട്ട് മാറും എന്ന് വെച്ചാൽ ഇതൊന്ന് മാറ്റിയിട്ടാ, ഡിലീറ്റ് ചെയ്യട്ടാ. ഓ മാച്ചു ഓക്കെ. അപ്പൊ ഇതില് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് 15 ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് 20 ഈസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ 15 മൈനസ് 200 ഡിവൈഡഡ് ബൈ ഡബ്ല്യു സൈൻ 20 മൈനസ് 230. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലെന്താണ് മ്യൂ ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ഓൺലി അതേപോലെ ഇതിലെ ആദ്യത്തെ ഡബ്ല്യു ഇവിടുത്തെ ഡബ്ല്യു ക്യാൻസൽ ആവും. അപ്പൊ ഇനി ബാലൻസ് ഉള്ളത് കോസ് 15 divided by cos 20 that is equal to W sin 15 minus 200 divided by W sin 20 divided by minus 230. അതിൽ W വരെ എന്ത് ഇടുക? കാൽക്കുലേറ്ററിൽ എക്സ് ഇടുക. ഓക്കെ അല്ലേ? ആ ഓക്കെ അത്രേ ഉള്ളൂ. മനസ്സിലായോ? ആ മനസ്സിലായി ചെയ്ത് നോക്കണ.